നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മസാല ബോണ്ട കേസുമായി ബന്ധപ്പെട്ട തോമസ് ഐസക്കിന് അവസാന ദിവസം നൽകിയിരിക്കുകയാണ് ഇഡി. ഇപ്പോൾ വീണ്ടും ഇഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ മാസം 12-ന് നേരിട്ട് ഹാജരാകാനാണ് മുൻ ധനമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. മസാല ബോണ്ട ഇറക്കിയതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളുമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കേസ് ഈ മാസം 7-ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്നാൽ ഇഡിക്ക് മുമ്പാകെ ഹാജരാകില്ല എന്നും ഇഡി നോട്ടീസ് നിയമവിരുദ്ധമാണ് എന്നുമാണ് ഐസക്കിന്റെ നിലപാട്. കേസിനെ പരിഗണിക്കുന്ന മാർച്ച് 7-ന് കിഫ്ബിയുടെയും ഐസക്കിന്റെയും ഹർജികൾ വീണ്ടും പരിഗണിക്കുമെന്ന് ഫെബ്രുവരി 19-ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ഇഡി നൽകിയ സമൻസിൽ ഹാജരാകാമെന്ന കിഫ്ബി അറിയിച്ച സാഹചര്യത്തിൽ തോമസ് ഐസക്കിന് അയച്ച സമൻസിന്റെ കാര്യം പിന്നീട് തീരുമാനിക്കാമെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയിരുന്നത്. ഇതനുസരിച്ച് കിഫ്ബി DGM, മാനേജർ എന്നിവർ ഫെബ്രുവരി 27, 28 തീയതികളിൽ ഇഡിക്ക് മുമ്പാകെ ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഏത് കാരണത്താലാണ് തനിക്ക് സമൻസ് തരുന്നത് എന്ന കാര്യം ഇഡി വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് ഐസക്കിന്റെ വാദം. 2021 മന്ത്രിസ്ഥാനം ഒഴിയുകയും അതിനുശേഷം കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറുപടി പറയാൻ കഴിയില്ല എന്നും അതുവരെയുള്ള കാര്യങ്ങൾ ഇഡിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മസാല ബോണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഐസക്കിന് കൂടുതൽ അറിയാമെന്നാണ് ഇഡി വാദിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യില്ല എന്നും ചോദ്യം ചെയ്യുക മാത്രമാണുള്ളത് എന്നും ഇഡി പറഞ്ഞിരുന്നു. മസാല ബോണ്ട് സമാഹരണത്തിൽ കിഫ്ബിക്ക് വിദേശ നാണയച്ചട്ടം ലംഘിച്ചെന്നും റിസർവ് ബാങ്കിന്റെ അനുമതി വാങ്ങിയിരുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇഡി കിഫ്ബിക്കെതിരെ അന്വേഷണം തുടങ്ങിയത്. എന്നാൽ ഇഡി തനിക്ക് തുടർച്ചയായി സമൻസ് അയക്കുകയാണെന്നും അനാവശ്യ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നും കേസിന്റെ പിന്നിൽ രാഷ്ട്രീയ താൽപര്യം ആണ് എന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം. ബന്ധുക്കളുടെ അടക്കം 10 വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഹാജരാക്കണമെന്നും ഇഡിയുടെ സമൻസിൽ ആവശ്യപ്പെട്ടിരുന്നുവെന്നും തോമസ് ഐസക്ക് വിമർശിക്കുന്നുണ്ട്. എന്തായാലും 12-ാം തീയതി തോമസ് ഐസക്ക് ഇഡിക്ക് മുന്നിൽ ഹാജരാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.